മുയൽച്ചെവിയൻ എന്ന് പറയുന്ന ഒരു ഔഷധ ചെടിയാണിത്. നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും എല്ലാം കാണുന്ന ഒരു ചെടിയാണ്. പാഴ്ചെടികളുടെ ഇടയ്ക്ക് വളരുന്നൊരു ചെടിയാണിത്. ഇതിൻ്റെ ഇലകൾ മുയലിൻ്റെ ചെവിയിനെ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിന് മുയൽച്ചെവിയൻ എന്ന് പേര് വന്നത്. ദശപുഷ്പത്തിൽ ഒന്നാണ് മുയൽച്ചെവിയൻ. നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള 10 ഔഷധ ചെടികളുടെ ഒരു ഗ്രൂപ്പിനെയാണ് ദശപുഷ്പം എന്ന് പറയുന്നത്. അതിലൊന്നാണ് നമ്മുടെ ഈ മുയൽച്ചെവിയൻ. തൊണ്ടയ്ക്കൊക്കെ വരുന്ന പല അസുഖങ്ങളും ചികിത്സിക്കാനായിട്ട് നമ്മുടെ കാരണവന്മാർ, പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ ചെടി ഉപയോഗിക്കുമായിരുന്നു. ഇതിൻ്റെ നീര് ഉപയോഗിച്ചിട്ടൊരു പാക്ക് ഉണ്ടാക്കി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ തൊണ്ടവേദന എല്ലാം കൂടാതെ നമുക്ക് നോക്കാൻ പറ്റും. അതായത് ടോൺസിലൈറ്റിസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ, തൊണ്ടവേദനയും പനിയൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടാതെ നോക്കാൻ പറ്റും. അസുഖം കൂടാതിരിക്കും. ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയും അതും ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട അവസ്ഥയൊന്നും ഇല്ലാതെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ ചെടി കണ്ടു കഴിഞ്ഞാൽ, പുല്ലൊക്കെ പറിച്ച് കളയുമ്പോൾ ഈ ചെടി കണ്ടു കഴിഞ്ഞാൽ ഇതിന് പറിച്ച് കളയാതെ ഏതെങ്കിലും ഒരു നല്ലൊരു സേഫായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റി ഇത് നട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഇത് ആവശ്യം വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ചാറെടുത്തിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മുയൽച്ചെവിയൻ ചെടി വേണം, ഉപ്പ് വേണം, വെളുത്തുള്ളി, പിന്നെ വേണ്ടത് ചാരം. നമ്മൾ അടുപ്പിൽ കത്തിച്ച് കിട്ടുന്ന ചാരമില്ലേ അത്. ഉപ്പ്, കല്ലുപ്പ് ആണ് ഏറ്റവും നല്ലത്. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം ഉപ്പ് പൊടി എടുത്താൽ മതി. പിന്നെ വെളുത്തുള്ളി അധികം എടുക്കേണ്ട ആവശ്യമില്ല, 2 3 ഒക്കെ എടുത്താൽ മതി. പിന്നെ ചാരം നമുക്ക് അടുപ്പിൽ കത്തിച്ച് കിട്ടുന്ന ചാരമാണ് ഏറ്റവും നല്ലത്. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചിരട്ടയൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ, ഏത് വീട്ടിലാണെങ്കിലും ചിരട്ട ഉണ്ടാവും. അപ്പോൾ ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ ചാരം എടുക്കാൻ പറ്റിയ അതെടുക്കുക. അതും അല്ലെങ്കിൽ മാത്രം നമുക്ക് ഭസ്മം വാങ്ങാൻ കിട്ടും, അത് ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ ഈ ചെടിയുടെ സമൂലം എടുക്കണം. സമൂലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലയും തണ്ടും വേരും പൂവും എല്ലാം എടുക്കാം. ഇതെല്ലാം കൂടി എടുത്ത് നമുക്ക് ഇത് ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുക്കണം. ആവശ്യത്തിന് അന്ന് രാവിലെ തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് അന്ന് 3 നേരം, ഇപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ 3 നേരം നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും തേച്ച് കൊടുക്കാം. അല്ല പുറത്തൊക്കെ പോകുന്ന സമയമാണെങ്കിൽ രാവിലെയും വൈകിട്ടും തേക്കാം. ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ ജ്യൂസിൽ, അതായത് ഈ മുയൽച്ചെവിയൻ്റെ ചാറിൽ ഒരു നുള്ള് കുരുമുളക് പൊടി ചേർത്ത് കഴിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് അസുഖം മാറിക്കിട്ടും. വെളുത്തുള്ളി 1 2 അല്ലി എടുത്താൽ മതി. അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കിൻ പൊള്ളാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കുന്ന ഈ സെയിം ക്വാണ്ടിറ്റിയിലാണ് എല്ലാം എടുക്കണമെങ്കിൽ ഇത്രയും തന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്താൽ മതി. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ചതച്ചെടുക്കണം. വെളുത്തുള്ളിയും ഉപ്പും ചേർത്തിട്ടുള്ള ഈ മിക്സിലേക്ക് 2 ടേബിൾ സ്പൂൺ ഭസ്മം ചേർത്തെടുക്കണം. ഇനി ആവശ്യത്തിന് ഈ ജ്യൂസും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ടോൺസിലൈറ്റിസിൻ്റെ സിംറ്റംസ് തുടങ്ങുമ്പോൾ തന്നെ, അതായത് ചെറിയ പനിയും തൊണ്ടവേദനയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമ്മളിത് ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷന് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. ഇത് 2-3 ഇപ്പോൾ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് ബാക്ടീരിയാസൊക്കെ ഒരുപാട് സ്പ്രെഡായിട്ടുണ്ടാവും. ആൻറ്റിബയോട്ടിക് എടുക്കാതെ അത് മാറില്ല. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കാൻ മടിക്കരുത്. നല്ല മണമുണ്ട് ഇതിന്, ഭസ്മത്തിൻ്റെ. തൊണ്ടയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ടോൺസിൽസ് ഇരിക്കുന്നത്. അവിടെയാണ് നമ്മൾ പാക്കിട്ട് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ഡെയിലി രാവിലെ ഉണ്ടാക്കിയെടുക്കണമായിരിക്കും നല്ലത്. ഫ്രഷായിട്ട് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി അധികം ഉണ്ടാക്കിയാലും ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല, പുറത്തിരുന്നോളൂ. 2-3 ദിവസമൊക്കെ ഇത് ചീത്താകാതിരിക്കും. പിന്നെ ഇത് എല്ലാ ദിവസവും കുറേ ദിവസവും ഇടേണ്ട ആവശ്യമില്ലല്ലോ, 3-4 ദിവസം. അപ്പോൾ 3 ദിവസമൊക്കെ ഇട്ടാൽ മതിയാവും. ഇനി അതിന് കൂടുതൽ മാറിയിട്ടില്ലെങ്കിൽ മാറുന്നത് വരെ ദിവസം 1-2 പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി. ഈ പാക്ക് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടവല് ചൂടുവെള്ളത്തിൽ നനച്ചിട്ട് അതുകൊണ്ട് തുടച്ച് കളയണം. അപ്പോൾ ടോൺസിലൈറ്റിസ് ഒക്കെ വരുന്ന സമയത്ത്
സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ഈ കുഞ്ഞു റെമഡി വീട്ടിൽ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ഒരു പരിധിവരെ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയാൽ എനിക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.